ഹൈക്കോടതിയിൽ നിന്ന് മാസപ്പടി കേസിൽ തിരിച്ചടി ഏറ്റുവാങ്ങിയതോടുകൂടി CPM കടുത്ത പ്രതിരോധത്തിൽ. വീണയ്ക്ക് പിന്നാലെ പിണറായിയിലേക്കും അന്വേഷണം നീളുന്നത് വലിയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. വിവരങ്ങളുമായി രാജീവ് തലസ്ഥാനത്ത് നിന്ന് ചേരുന്നു. രാജീവ്, ഈ ഇഡിയുടെ റെയ്ഡ് നടന്നപ്പോൾ തന്നെ ഒരു മകളെ രക്ഷിക്കാൻ ഒരു പിതാവ് ഏതറ്റം വരെയും പോകുന്നെന്ന് മനസ്സിലാക്കാം. പക്ഷേ ഒരു പാർട്ടി സംവിധാനം ഒന്നടങ്കം, എന്തിനേറെ പറയുന്നു, ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നു, അവരെ വധിക്കാൻ പോലും ശ്രമമുണ്ടായി. അങ്ങനെ ഒരു പാർട്ടി സംവിധാനം മുഴുവൻ പ്രതിരോധം തീർക്കുന്ന ഒരു സാഹചര്യം കണ്ടു. ഇന്ന് ഹൈക്കോടതി തന്നെയാണ് ഇഡിക്ക് ഈ കേസിൽ അന്വേഷണത്തിന് വേണ്ടി വഴിതെളിച്ചിരിക്കുന്നത്. ഇനി എങ്ങനെയായിരിക്കും CPM ഈ വിഷയത്തിൽ പ്രതിരോധിക്കാൻ പോകുന്നത് രാജീവ്? രാഖി, കഴിഞ്ഞ 27-നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ തലസ്ഥാനത്തുൾപ്പെടെ 12 ഇടങ്ങളിൽ പരിശോധന നടത്തിയത്. അതിന്റെ ഭാഗമായി തന്നെ തലസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ താമസിക്കുന്ന വാടക വീട്ടിലും പരിശോധനയ്ക്കായി എത്തിയിരുന്നു. പ്രധാനമായും വീണ വിജയനെ ചോദ്യം ചെയ്യുക, രേഖകൾ പരിശോധിക്കുക, ഇതിനുവേണ്ടിയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ തലസ്ഥാനത്തേക്ക് എത്തിയത്. ഇവിടെ പരിശോധനകൾ നടത്തി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് സമാനതകളില്ലാത്ത രീതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ കായികമായി ആക്രമിക്കാനുള്ള ശ്രമം CPM ഗുണ്ടകൾ നടത്തിയത് എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, പോലീസ് നോക്കി നിൽക്കുമ്പോഴായിരുന്നു ഇത്തരത്തിലുള്ള ആക്രമണമൊക്കെ നടന്നത്. ഇതിനുശേഷം ഏതായാലും ഹൈക്കോടതി ഇപ്പോൾ തുടരന്വേഷണത്തിന് അനുമതി നൽകിയിരിക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷണം തുടരാം. ഇനിയുള്ള നടപടികൾ ഇഡി കടുപ്പിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അതുതന്നെയാണ് CPM-നെ കൂടുതൽ ആശങ്കയിലാക്കുന്നത്. നേരത്തെ രാഗി സൂചിപ്പിച്ചതുപോലെ വീണയ്ക്ക് വേണ്ടി CPM സംവിധാനങ്ങൾ പ്രതിരോധമൊരുക്കുന്ന ഒരു കാഴ്ചയായിരുന്നു തലസ്ഥാനത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞത്. മാത്രമല്ല, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ സംസ്ഥാനത്തെ മറ്റ് 10 ഇടങ്ങളിൽ പരിശോധന നടത്തുമ്പോൾ അവിടെയെല്ലാം CPM പ്രതിഷേധവുമായി എത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അതായത് വീണയ്ക്ക് വേണ്ടി എല്ലാ തരത്തിലുള്ള പ്രതിരോധവും CPM ഒരുക്കുകയാണ്. ഇതിന് കാരണമെന്ന് പറയുന്നത്, CPM-നെ ആശങ്കയിലാക്കുന്നത്, വീണയ്ക്ക് പിന്നാലെ പിണറായി കൂടി പ്രതിക്കൂട്ടിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഇവിടെയുണ്ട്. CMRL എന്തിനു വേണ്ടിയാണ് ചെയ്യാത്ത സേവനങ്ങൾക്ക് പണം നൽകിയത് എന്ന ചോദ്യത്തിന് ഇതുവരെ കൃത്യമായ മറുപടി നൽകാൻ എക്സാലോജിക്കോ വീണയ്ക്കോ കഴിഞ്ഞിട്ടില്ല. SFIO ആണ് ഈ കേസിൽ ആദ്യമായി അന്വേഷണം നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കുന്നത്, വീണയെ ചോദ്യം ചെയ്യുന്നത്. ചെന്നൈയിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ. ആ ചോദ്യം ചെയ്തതിൽ കൃത്യമായ വിവരങ്ങളോ അല്ലെങ്കിൽ രേഖകളോ ഹാജരാക്കാൻ വീണയ്ക്ക് കഴിഞ്ഞില്ല. ഇതിനുശേഷമാണ് ഇഡി കൂടി ഈ അന്വേഷണത്തിലേക്ക് എത്തുന്നത്. കള്ളപ്പണ ഇടപാടുകൾ ഇതിന്റെ മറവിൽ നടന്നിട്ടുണ്ട് എന്നത് സംബന്ധിച്ച ചില രേഖകൾ ഇഡിക്ക് ലഭിച്ചിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി ഈ സംഭവത്തിൽ അന്വേഷണം തുടരുന്നത്. ഈ സംഭവത്തിന് പിന്നാലെ, അതായത് ഇഡി അന്വേഷണം ഏറ്റെടുത്തതിന് പിന്നാലെയാണ് CMRL-ഉം അതുപോലെ തന്നെ എക്സാലോജിക്കും കേരള ഹൈക്കോടതിയെ മാത്രമല്ല ബംഗളൂരു ഹൈക്കോടതിയെ ഉൾപ്പെടെ സമീപിച്ചുകൊണ്ട് അന്വേഷണം അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നു. ഹൈക്കോടതികളിൽ നിന്ന് കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങേണ്ട സാഹചര്യത്തിലേക്ക് എത്തുന്നു. ഇതിനുശേഷം ഹൈക്കോടതി തന്നെ വ്യക്തമാക്കുന്നു, ഇഡിക്ക് അന്വേഷണം തുടരാം. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു തലസ്ഥാനത്തുൾപ്പെടെ ഇഡി പരിശോധന നടത്തിയത്. അപ്പോഴും കായികമായി ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചുകൊണ്ട് ഏത് വിധേനയും അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഈ CPM-ന്റെ നേതൃത്വത്തിൽ നടത്തുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാണ് CPM-ഉം ഇടതുമുന്നണിയും ഏറ്റുവാങ്ങിയത്. ആ തിരിച്ചടിക്ക് പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ മാസപ്പടി ഇടപാടിൽ കൂടി അന്വേഷണം കടുപ്പിക്കുന്നത്. അത് വീണയ്ക്ക് മാത്രമല്ല, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് കൂടി തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഈ കരിമണൽ ഇടപാടിന്റെ മറവിലാണ് ഈ രീതിയിലുള്ള പണം കൈമാറിയിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട തെളിവുകളാണ് SFIക്കും അതുപോലെ തന്നെ ഇഡിക്ക് ലഭിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകുകയാണെങ്കിൽ പിണറായി വിജയനിലേക്കും അന്വേഷണം നീങ്ങുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അങ്ങനെയെങ്കിൽ പാർട്ടി തന്നെ പ്രതിരോധത്തിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ടാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടി, അതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് കൂടുതൽ കുരുക്കിലേക്ക് നീങ്ങുന്നു എന്നത് CPM-ന് ആലോചിക്കാൻ പോലും കഴിയില്ല. CPM എന്ന് പറയുമ്പോൾ CPM-ന്റെ ഔദ്യോഗിക നേതൃത്വത്തെക്കുറിച്ച് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയൂ. കാരണം കഴിഞ്ഞ CPM-ന്റെ നേതൃയോഗങ്ങളെല്ലാം വിലയിരുത്തിയത് പിണറായി വിജയൻ മാറി നിൽക്കണം എന്നതാണ്. പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കരുത്, പിണറായിയുടെ ശൈലിയാണ് ഇത്ര വലിയ തിരിച്ചടിയിലേക്ക് നയിച്ചത് എന്ന വിമർശനമായിരുന്നു എല്ലാ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും ഉയർന്നത്. നേരത്തെ സംസ്ഥാന നേതൃയോഗം നടന്നപ്പോഴും അവിടെയും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നുണ്ട്. ഏതായാലും ഇപ്പോൾ തലസ്ഥാനത്ത് CPM-ന്റെ നേതൃയോഗങ്ങൾ തുടരുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് കാരണം എന്ത് എന്ന് വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് നേതൃയോഗങ്ങൾ ചേർന്നുകൊണ്ടിരിക്കുന്നത്. ആ നേതൃയോഗങ്ങൾ തുടരുന്നതിനിടെയാണ് CPM-നെ ആശങ്കപ്പെടുത്തിക്കൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള അനുമതി ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. മാത്രമല്ല, CMRL മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ആവശ്യവും ഹൈക്കോടതി അംഗീകരിച്ചില്ല എന്ന് പറയുമ്പോൾ വീണയെ സമൻസ് നൽകി വിളിച്ചു വരുത്താനുള്ള സാധ്യതയുണ്ട്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അത് കൂടുതൽ കുരുക്കിലാക്കുന്നത് പിണറായി വിജയനെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് കൂടുതൽ കുരുക്കിലേക്ക് നീങ്ങുകയാണ്.
ശരി രാജീവ്, എന്തായാലും ഇഡിയുടെ തുടർ നീക്കം എന്ത്? വീണ ചോദ്യമുനയിലേക്കോ എന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ് മുന്നിൽ തെളിയുന്നത്. അപ്പോഴും പിണറായി വിജയൻ കുടുക്കിലാകുമോ?